മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ? ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ? ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാമാൽ വർണ്ണ്യമോ? ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. ഇന്ന് ആരാധനവുമായി ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ KP പൊടിക്കുഞ്ഞ് കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ പ്രോഗ്രാമിൽ കൂടി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഇന്ന് രാവിലെ സമയം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ സമയം, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു സുദിനമാണല്ലോ. കർത്താവിൻ്റെ കഷ്ടാനുഭവമായി, കർത്താവിൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു വാക്യം തിരുവചനത്തിന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 11:8. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടനോ അവന് പകരം അകപ്പെടുന്നു. ഈ വാക്യം ഒരുപക്ഷെ പല പ്രാവശ്യം നാം വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. ഇന്ന് രാവിലെ സമയം ഈ ഭാഗത്ത് നിന്നും ഒരു പ്രത്യേകമായ കാര്യം പറയുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നീതിമാൻ രക്ഷപ്പെടുന്നു എന്നാണ്. ഈ ഭൂമിയിൽ നീതിമാനായിട്ട് ആരാണുള്ളത്? ഒരു വ്യത്യാസവുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപികളാണ്. എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് നീതിമാൻ. യേശുക്രിസ്തു നീതിമാനാണെന്നുള്ളതിന് പല സാക്ഷികളും പല വാക്കുകളും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാൻ്റെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷി വഹിച്ച ആ ശതാധിപൻ പറഞ്ഞു, അവൻ വാസ്തവമായ നീതിമാനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു നീതിമാനായിരുന്നു. നീതിമാനായി ജനിച്ചവനാണ്. യേശുക്രിസ്തുവിൽ പാവമില്ല, പാവം അറിഞ്ഞിട്ടില്ല. അപ്പോൾ പാവമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത നീതിമാനായ യേശുക്രിസ്തു. എന്നാൽ നാം വായിച്ച വേദഭാഗത്ത് വായിക്കുന്നത് ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു എന്നാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ച് പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരായിരുന്നു നമ്മൾ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരം കഷ്ടത്തിൽ, അഥവാ കാൽവറി ക്രൂശ് ആ മരണം അനുഭവിച്ചപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ എത്രയോ വേദനയേറിയ അനുഭവത്തിൽ കൂടി, കഷ്ടാനുഭവങ്ങൾ കൂടി തികയുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നീതിമാൻ കഷ്ടത്തിലകപ്പെട്ടപ്പോൾ ദുഷ്ടന്മാരായ നാം ആ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രിയമുള്ളവരെ, നീതിമാൻ കഷ്ടത്തിൽ അകപ്പെടുന്നില്ല പക്ഷേ നീതിമാനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടത്തിലകപ്പെട്ടു. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ അകന്നിരിക്കരുത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദുഷ്ടന്മാരായ നമ്മൾ അകപ്പെടാതെ വേണം സ്വർഗത്തിലെ ദൈവം ആ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, മരണശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിച്ചതോർത്ത് ഇന്ന് രാവിലെ സമയം ദൈവത്തെ സ്തുതിക്കാം. നീതിമാനായ സ്നേഹസ്വരൂപനായ ദൈവം നമുക്ക് വേണ്ടി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തിൽ ഇരുട്ടുണ്ടായി. കർത്താവായ യേശുക്രിസ്തു വിൽപ്രകാരം നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു ക്രൂശ് മരിക്കുമ്പോൾ ലോകത്തൊരുപാട് പേര് മരിച്ചിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ സമയത്ത്
യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീലമേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മരിച്ചു. അരിമത്തല യോസേപ്പിൻ്റെ കല്ലറ അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം പുനരുത്ഥാന ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് മരിച്ചു മൺമറഞ്ഞവരല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നേക്കും രാജാതിരാജാവും കർത്താവുമായി ജീവിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ട നമ്മുടെ കർത്താവ് ഇന്ന് ആരാധന സ്വീകരിപ്പാനായി നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്നാൽ നാം ആ കഷ്ടത്തിന് രക്ഷപ്പെട്ടു. പാപത്തിന് ശമ്പളമായ മരണം അനുഭവിപ്പാൻ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ കരയേറി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഇന്ന് രാവിലെ സമയം നമുക്ക് സ്തുതിക്കാം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ആമീൻ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസായി. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസായി. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ